ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമായിട്ടാ. എല്ലാവരും വീട്ടിൽ ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളും എല്ലാവരും വീട്ടിലൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു കാര്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് കേൾക്കുന്നൊരു കാര്യമാണല്ലേ, ന്യൂസിലും എല്ലാം കേൾക്കുന്നൊരു കാര്യമാണ് തീരദേശ മേഖലകളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കടൽക്ഷോഭവും പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇത് നമ്മൾ എല്ലാ വർഷവും കേൾക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് ചെല്ലാനം. അപ്പോൾ ചെല്ലാനത്ത് എല്ലാ വർഷവും ഇങ്ങനെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്തും അവരുടെ ഒരുപാട് വീടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. വീടിൻ്റെ അകത്തൊക്കെ വെള്ളം കയറി ഇപ്പോഴും പല വീടുകളും വാസയോഗ്യമല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, കരയെ സംരക്ഷിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ രീതിയിലുള്ള കടൽഭിത്തി നിർമ്മാണം തന്നെയാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവിടെയൊക്കെ പുതിയ രീതിയിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുള്ള കടൽഭിത്തി നിർമ്മാണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മളുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ ടെട്രാപോഡുകൾ അഥവാ മുക്കോണുകൾ ഉപയോഗിച്ചിട്ടുള്ള കടൽഭിത്തി നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം നമ്മുടെ കേരളത്തിലും തീരദേശ മേഖലകളെ നമുക്ക് ആ രീതിയിലെല്ലാം സംരക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ടെട്രാപോഡുകൾ അഥവാ മുക്കോണുകൾ ഉപയോഗിച്ചുള്ള കടൽഭിത്തി നിർമ്മാണത്തെക്കുറിച്ചാണ്. അതിൻ്റെ സവിശേഷതകളെയും അതിൻ്റെ പ്രാധാന്യത്തെയും കുറിച്ചാണ്. അതിൻ്റെ കുറച്ച് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള വല്ലവിള എന്ന് പറയുന്ന ഒരു തീരദേശ ഗ്രാമത്തിലെ കാഴ്ചകളാണ് കേട്ടോ. അവിടെ ദൂരെ കാണുന്നത് ടെട്രാപോഡുകൾ നിർമ്മിക്കുന്ന വലിയൊരു നിർമ്മാണ പ്ലാന്റ് ആണ്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയധികം ടെട്രാപോഡുകൾ ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ കിടക്കുന്ന കാണുന്നത്. ഇവിടുത്തെ തീരപ്രദേശത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ ടെട്രാപോഡ് നിർമ്മാണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഗ്രാമത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ രൂക്ഷമായ രീതിയിൽ പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ കടൽക്ഷോഭം അനുഭവപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ്. കഴിഞ്ഞ കടൽക്ഷോഭത്തിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കടൽക്ഷോഭവും സുനാമി പോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങളും അനുഭവപ്പെടുന്ന ഒരു സ്ഥലം തന്നെ ആയതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ടെട്രാപോഡുകൾ ഉപയോഗിച്ചിട്ടുള്ള കടൽഭിത്തി നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ആകൃതിയാണ് കേട്ടോ ഈ ടെട്രാപോഡുകൾക്കുള്ളത്. കണ്ടാൽ ഒരു വലിയ കൂറ്റൻ പാറകൾ പോലെ തോന്നും. പക്ഷെ ഇത് പാറകളല്ല, മനുഷ്യനിർമ്മിതമായ അല്ലെങ്കിൽ കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്ന ടൺ കണക്കിന് വെയിറ്റുള്ള 4 കാലുകളോട് കൂടിയ ഒരു പ്രത്യേക ഘടനകളാണ്. ഗ്രീക്ക് ഭാഷയിൽ ടെട്രാപോഡുകൾ എന്നാൽ 4 കാലുകൾ എന്നാണ് അർത്ഥം. മുക്കോണുകൾ എന്നും ഇവ അറിയപ്പെടുന്നുണ്ട്. 1950-ൽ പിയർ ഡാനിയലും പോൾ ഏഞ്ചൽസും ചേർന്നാണ് ടെട്രാപോഡുകൾ എന്ന ഈ ഘടന വികസിപ്പിച്ചെടുത്തത്. ഇവിടെയാണ് കേട്ടോ ടെട്രാപോഡുകളുടെ നിർമ്മാണവും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേക റേഷ്യോയിൽ തയ്യാറാക്കുന്ന കോൺക്രീറ്റ് മിക്സ് ഇവിടെ ഈ വെച്ചിരിക്കുന്ന പ്രത്യേക ഷേപ്പിലുള്ള ഈ ഒരു മോൾഡിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കും. അത് കുറേ ദിവസങ്ങൾ അവർ സെറ്റ് ആവാനായിട്ട് വെക്കും. അതിനുശേഷം സെറ്റായി കഴിയുമ്പോൾ ഇതിന് മുകളിലുള്ള ആ ഒരു ഭാഗങ്ങളെല്ലാം റിമൂവ് ചെയ്യും. ഈ മോൾഡിന്റെ മുകളിലെ ഭാഗങ്ങൾ റിമൂവ് ചെയ്യും. ഇപ്പൊ കുറെ എണ്ണം അവിടെ ഇങ്ങനെ സെറ്റ് ആവാനായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പൊ റിമൂവ് ചെയ്തതിന് ശേഷം ഈ താഴെ കാണുന്ന ഈ ഒരു ഭാഗം മാത്രം നിർത്തിക്കൊണ്ട് ഇതിനെ കുറച്ച് ദിവസം കൂടി ഇവരിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. അതിനുശേഷം പൂർണ്ണമായും സെറ്റായി കഴിയുമ്പോഴാണ് ഈ താഴത്തെ ഭാഗം കൂടി റിമൂവ് ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ടാണ് തീരദേശ മേഖലകളിലേക്കും അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിലേക്കും ക്രെയിനോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ ഉപയോഗിച്ച് ഇത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു ഷേപ്പ് മാത്രമല്ല, പുതിയ പുതിയ ടെക്നോളജികൾ ഇപ്പോൾ ടെട്രാപോഡിൽ തന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ടെട്രാപോഡുകളുടെ അകത്ത് തന്നെ കണ്ടലുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള പുതിയ പുതിയ രീതികളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ വന്നു തുടങ്ങി. അതൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. എന്തിനാണ് ടെട്രാപോഡുകൾ കടൽഭിത്തിയായിട്ട് ഉപയോഗിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ സാധാരണയായിട്ട് കടൽഭിത്തികൾ നിർമ്മിക്കുന്നത് വേലിയേറ്റത്തിൽ നിന്നും തിരമാലകളിൽ നിന്നും അല്ലെങ്കിൽ സുനാമിയിൽ നിന്നും എല്ലാം മനുഷ്യന്റെ വാസസ്ഥലത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള വേലിയേറ്റ പ്രശ്നങ്ങളിൽ നിന്നും സുനാമിയിൽ നിന്നും കടൽക്ഷോഭത്തിൽ നിന്നും തീരത്തെ സംരക്ഷിക്കാൻ 10 മടങ്ങ് ശക്തി ടെട്രാപോഡുകൾക്കുണ്ട്. അതായത് വരുന്ന തിരമാലകളുടെ ശക്തി കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ തിരമാലകളുടെ ആഘാതത്തെ കൂടുതലായി ചെറുക്കാനുള്ള ശക്തി ടെട്രാപോഡുകൾക്കുണ്ട്. അതുപോലെ തന്നെ ബീച്ചിലെ മണ്ണൊലിപ്പ് തടയാനും ഇതിന് ശേഷിയുണ്ട്. അതിന്റെ പ്രത്യേക കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ കാണുന്ന പ്രത്യേക തരത്തിലുള്ള ഷേപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ആകൃതിയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇതിന്റെ ഈ ഒരു ഭാരം. ഇത്രയധികം ഭാരമുള്ള ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ ഇതിന് എത്ര കടുത്ത കാലാവസ്ഥയിലും ടെട്രാപോഡുകൾക്ക് സ്ഥിരത നിലനിർത്താൻ കഴിയുമെന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. കാരണം ഇൻകമിങ് തരംഗങ്ങളുടെ ശക്തിയെ തകർക്കാൻ ഇതിന് കഴിയും.
ചുറ്റും വെള്ളം ഒഴുകാനും ഇത് അനുവദിക്കും. കാരണം ഒരു ഇന്റർലോക്കിംഗ് പ്രോസസ്സ് ഇതിനിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒന്നിച്ച് അല്ലെങ്കിൽ കൂട്ടമായിട്ട് ക്രമീകരിക്കുന്ന സമയത്ത് ഇതൊരു ഇന്റർലോക്കിംഗ് പോറസ് ബാരിയറായി മാറും. അതുകൊണ്ട് തന്നെ ചുഴലിക്കാറ്റിന്റെയും തിരമാലകളുടെയും ശക്തിയെ തകർക്കാനും ഇല്ലാതാക്കാനും ഇതിനൊരു പ്രത്യേക കഴിവുണ്ട്. ഇതൊരു കൃത്രിമ വസ്തുവാണ് ശരിക്കും അല്ലേ? കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ പോലും അത്യാവശ്യം ചെലവുള്ള ഒരു കാര്യമാണെങ്കിലും ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. അതുപോലെ തന്നെ എത്ര ഭാരമുള്ള ടെട്രാപോഡുകൾ നിർമ്മിക്കണം എന്നുള്ളത് ഓരോ നാട്ടിലെയും കാലാവസ്ഥയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പ്രാദേശിക കാലാവസ്ഥ അനുസരിച്ച് ടെട്രാപോഡുകളുടെ ഭാരം പല രാജ്യങ്ങളിലും പലതായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജർമ്മൻ ബൈറ്റിലെ ചെറിയൊരു പാറദ്വീപാണ് ഹെൻഗോലാൻഡ്. അതിന്റെ തീരത്ത് ടെട്രാപോഡുകളുടെ ഭാരം 6 ടൺ വീതമാണ്. പക്ഷെ തായ്വാനിന്റെ വടക്കൻ തീരത്ത് പ്രതിവർഷം ഏകദേശം 3 മുതൽ 4 വരെ ചുഴലിക്കാറ്റുകൾ ദ്വീപിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ 20 മുതൽ 30 ടൺ ഭാരമുള്ളവയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ പ്രത്യേകതകളും സവിശേഷതകളും കൊണ്ടാണ് ടെട്രാപോഡുകൾ അഥവാ മുക്കോണുകൾ ഉപയോഗിച്ചിട്ടുള്ള കടൽഭിത്തി നിർമ്മാണം ലോകമെമ്പാടും വ്യാപകമായി ഉപയോഗിച്ചു വരുന്നത്. ഇപ്പൊ പ്രകൃതിക്ഷോഭങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്ന 2 രാജ്യങ്ങളാണ് ജപ്പാനും തായ്വാനും. അവിടെ കഴിഞ്ഞ സുനാമിക്ക് ശേഷം ഏറ്റവും കൂടുതലായി കടൽഭിത്തി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ടെട്രാപോഡുകളാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലും എല്ലാ വർഷവും പ്രകൃതിക്ഷോഭങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ തീരദേശ മേഖലകളെയും ഇത്തരത്തിലുള്ള കടൽഭിത്തികൾ നിർമ്മിച്ച് സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും ടെട്രാപോഡുകൾ ഉപയോഗിച്ചിട്ടുള്ള കടൽഭിത്തി നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ കാഴ്ചകൾ നമ്മളിപ്പോൾ കണ്ടതുമാണ്. അപ്പോൾ കേരളത്തിലെ തീരദേശ മേഖലകളെ ഇത്തരത്തിൽ സംരക്ഷിക്കുവാൻ വേണ്ട മുൻകരുതലുകളും നിയമ നടപടികളും നമ്മുടെ നാട്ടിലും ഉടനെ പ്രാവർത്തികമാക്കേണ്ടത് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യാത്രയും അതിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.